ചേട്ടാ വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ? വണ്ടി കുഴപ്പമൊന്നുമില്ല. ഞാൻ ആലപ്പുഴ ഷോറൂമിൽ നിന്ന് ഇപ്പോൾ ആദ്യത്തെ വണ്ടി ഞാനാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ട് 1 വർഷവും 2 മാസമായി. ഇന്ന് വരെ വണ്ടിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ അവിടെ സർവീസിനാണെങ്കിലും നല്ല രീതിയിലുള്ള സർവീസ് എനിക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തവർ ചെയ്യുന്നുണ്ട്. വണ്ടിക്ക് ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റ് ഇല്ല. ഞാൻ മാർക്കറ്റിൽ വന്ന 1000-800 കിലോ സാധനം ഒരു ദിവസം കയറ്റുന്നതാണ്. ഇനിയിപ്പോൾ 2 ചാക്ക് സാധനം കിട്ടാത്തതുകൊണ്ട് ഇതിൽ നിറച്ചിരുന്നേനെ ഇപ്പോൾ 800 കിലോ പറ്റുമല്ലേ? 800 കിലോ എടുത്ത് കിട്ടുന്നു. ഓക്കെ. നമുക്ക് കിലോമീറ്റർ ഒക്കെ അവർ പറഞ്ഞ കിലോമീറ്റർ കിട്ടുന്നുണ്ടോ? ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. 160 മൈലേജ് 160 കിട്ടുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ലല്ലോ. വണ്ടിക്ക് അങ്ങനെ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. ചെറിയ മൈനസ് കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. വണ്ടി എടുത്താൻ പറ്റിയ ചേട്ടന്റെ അഭിപ്രായം എന്താ? എടുത്താൽ നന്നായി അതോ? നന്നായി. എനിക്ക് ഇതുവരെ അങ്ങനെയുള്ള ഇതിലൊന്നും കാഴ്ച മുടക്കേണ്ടി വന്നിട്ടില്ല. ചെറിയ കേസുകെട്ടുകൾ മാത്രമല്ല വന്നിട്ടുള്ളൂ. കാരണം ഈ വണ്ടി മുട്ടി ഇപ്പം ഒരു ബൈക്കാരൻ കൊണ്ട് മുട്ടിച്ച കാരണം ഈ അവിടെ ഇച്ചിരി ചളുക്കമുണ്ടായിരുന്നു. അത് നിവർക്കാൻ വേണ്ടി അവിടെ പാച്ച് വർക്കിന് കൊടുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി പെയിന്റ് ചെയ്യണം. ഇതുകൊണ്ട് പെയിന്റ് ചെയ്യുന്നത്. ഡെയിലി എടുക്കുമോ ചേട്ടൻ ഇങ്ങനെ മാർക്കറ്റിൽ വന്ന സാധനം? ഡെയിലി എടുക്കും. ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസം വന്ന് എടുക്കുന്നുണ്ട്. ആണല്ലേ? അപ്പൊ നമുക്ക് സാധാരണ ഒരു ഓട്ടോയായിരുന്നു വിളിച്ചോണ്ടായിരുന്നു ചേട്ടൻ വരുന്നെങ്കിൽ ചേട്ടൻ എത്ര രൂപ നഷ്ടം വരുമായിരുന്നു? ഡെയിലി ഒരു വണ്ടി ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് വിളിച്ചു എന്റെ കടയിൽ പോകണമെങ്കിൽ 300 രൂപ കൊടുക്കണം. ആണല്ലേ? ഇതാകുമ്പോ എനിക്ക് കഷ്ടിച്ച 10 രൂപയുടെ കറണ്ട് പോലും ആവത്തില്ല. 2 ട്രിപ്പ് അടിക്കും ഞാൻ. ആണല്ലേ? അപ്പൊ ഈ മറ്റേ ഓട്ടോയിൽ കൊണ്ടുപോകുന്ന അത്ര സാധനം ചേട്ടൻ ഇതിന്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? സ്പേസ് ഉണ്ട്. ഇത് കൊണ്ടുപോകാം. കാരണം ഇതിന് ഇച്ചിരി വീതി കുറവാണെങ്കിൽ ഉള്ളു കൂടുതലുണ്ട്. താഴോട്ടുള്ള ഇത് മറ്റത് തട്ട് പൊക്കമായിരിക്കും. ഇത് താഴെ നിന്ന് തന്നെ കയറ്റാം. ഒരു 3-4 ചാക്ക് കയറ്റിയാലേ ബോഡി പൊക്കം വരത്തുള്ളൂ. ആപ്പയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ 1 ചാക്ക് ഇട്ട് കഴിയുമ്പോൾ ബോഡി പൊക്കം പോകും. പിന്നെ മേലോട്ട് കയറ്റുന്നു. ഇതത് വേണ്ട. അങ്ങനെ കയറ്റാൻ പോലുള്ള സൗകര്യമായിട്ടുണ്ട്. സർവീസിന്റെ ഭാഗത്തുനിന്ന് ചേട്ടനുണ്ടായി സർവീസ് നല്ല അടിപൊളി സർവീസുകളാണ്. കാര്യങ്ങളാണ്. വിളിച്ചു പറഞ്ഞാൽ തന്നെ അവർ കാര്യങ്ങളെല്ലാം ചെയ്യും. നല്ല രീതിയിലുള്ള സർവീസുമാണ്. സർവീസിനൊന്നും ഒരു കുഴപ്പമില്ല. അവർ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നവർ